പേരട്ട സെന്റ് ജോസഫ് സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ ഫെസ്റ്റ 2K25 ജനുവരി 13 തിങ്കളാഴ്ച വൈകുന്നേരം 5:30 വിവിധ പരിപാടികളോടുകൂടി ആഘോഷപൂർവ്വം നടത്തപ്പെടുമെന്ന് ബന്ധപ്പെട്ടവർ ഉളിക്കൽ വ്യാപാര ഭവനിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെന്റ് ജോസഫ് സന്യാസിനി സമൂഹം ആ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി 2004 സെയിൻറ്റ് ജോസഫ് സ്കൂൾ ആരംഭിച്ചത്. ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വളരെ പരിമിതമായ ആ പ്രദേശവാസികൾക്ക് ഒരനുഗ്രഹം തന്നെയായിരുന്നു സെയിൻറ്റ് ജോസഫ് സ്കൂൾ. സേവന തൽപരരായ സെയിൻറ്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിൻ്റെയും സുമനസ്സുകളായ നാട്ടുകാരുടെയും പ്രയത്നഫലമായി 2008 കുറച്ചുകൂടി സൗകര്യപ്രദമായ പേരട്ട എന്ന തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് സ്കൂൾ മാറ്റി സ്ഥാപിച്ചു. മികച്ച അധ്യാപനവും മികവുറ്റ ഭൗതിക സൗകര്യങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഉയർന്ന അക്കാദമിക് നിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അതിനു പുറമെ കലാകായിക രംഗത്തും മികച്ച പ്രകടനം കുട്ടികൾ കാഴ്ചവെക്കുന്നു. എല്ലാത്തിനും ഉപരിയായി മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഒരു ഭാവി തലമുറ ഞങ്ങളുടെ കൈകളിൽ കടന്നു വരുന്ന ജനുവരി 13 സ്കൂളിൽ നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷം പ്രശസ്ത മാന്ത്രികൻ ശ്രീമാൻ രാജേഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. എല്ലാവരെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പർ ബിജു വെങ്ങലപ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന ആഘോഷ പരിപാടി പ്രശസ്ത മജീഷ്യൻ രാജേഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. ഉളിക്കലിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ ടെക്സി മാത്യു, PTA പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബിജു വെങ്ങലപ്പള്ളി, PTA വൈസ് പ്രസിഡന്റ് ബിജു പൊട്ടക്കുളം, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സണ്ണി നെച്ചിക്കാട്ട്, മദർ PTA പ്രസിഡന്റ് റോജി, സ്റ്റാഫ് പ്രതിനിധി ബിന്ദുട്ടി എന്നിവർ പങ്കെടുത്തു. 13 പേരട്ട സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഈ വർഷത്തെ ആനുവൽ ഡേ നടത്തുകയാണ്. വിപുലമായ പരിപാടികളോട് തന്നെയാണ് ഈ വർഷവും ആനുവൽ ഡേ സംഘടിപ്പിച്ചിട്ടുള്ളത്. പേരട്ട എന്ന മലയോര പ്രദേശത്ത് സെൻറ്റ് ജോസഫ് സന്യാസി സമൂഹം സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് സെൻറ്റ് ജോസഫ് വിദ്യാലയം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുക എന്ന ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ചിന്തിക്കാൻ കഴിയാത്ത ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് സെൻറ്റ് ജോസഫ് സഭയിലൂടെ പേരട്ട പ്രദേശത്തിന് നേടി തന്നിട്ടുള്ളത്. 2004 മുതൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലൂടെ ഒട്ടനവധി വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ തന്നെ ഉന്നതമായ ജോലി നേടുകയും ആ രീതിയിൽ തന്നെ സമൂഹം പുരോഗമിക്കാൻ ഇടയായിട്ടുണ്ട്. നേഴ്സിംഗ് രംഗത്ത്, വീട്ടംഗ് രംഗത്ത്, അതുപോലെ MBA ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സിലൂടെ ഈ വിദ്യാലയത്തിലൂടെ കുട്ടികൾക്ക് പഠനമായി മെച്ചപ്പെട്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്കൂളിൽ 302ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. പൂർണ്ണമായും അച്ചടക്കത്തോടു കൂടി കേരള സിലബസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നല്ല രീതിയിൽ സ്കൂൾ മുമ്പോട്ട് പോവുകയാണ്. എല്ലാ വർഷവും ആനുവൽ സംഘടിപ്പിക്കുമ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആനുവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. 1500-ൽ പരം ആളുകൾ പങ്കെടുക്കുന്ന വിപുലമായ ഒരുക്കത്തോടു കൂടിയുള്ള ആ പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളെ ഏവരെയും ആ ആനുവൽ ഡേയിലേക്ക് ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്. നമുക്ക് 5:30 തന്നെ ആരംഭിക്കുന്ന പരിപാടി 10 മണിയോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സിസ്റ്റർ സൂചിപ്പിച്ച പോലെ തന്നെ പ്രമുഖ മജീഷ്യൻ ഈ പ്രാവശ്യം നമ്മുടെ രാജേഷ് ചന്ദ്രയാണ് നമ്മുടെ പ്രോഗ്രാമിന് മാറ്റുകൂട്ടുന്നത്. സാംസ്കാരിക സമ്മേളനത്തിന് വിഭിന്നമായി രാജേഷ് ചന്ദ്രയുടെ മജീഷ്യൻ്റെ പ്രോഗ്രാമോടുകൂടിയാണ് ഈ പ്രാവശ്യം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അതൊരു വിഭിന്നമായൊരു അനുഭവമായിരിക്കും. നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരെയും ഈ പ്രോഗ്രാമിൽ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി നമ്മുടെ നാടിൻ്റെ വിഭിന്നമായൊരു ഉത്സവമായി മാറുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിച്ച് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരുടെയും ഒരിക്കൽ കൂടി സഹകരണം പ്രതീക്ഷിക്കുകയും നിങ്ങളേവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക. പേരട്ട ഗ്രാമത്തിൽ സെൻറ്റ് ജോസഫ്
ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ വിദ്യാഭ്യാസ രംഗത്തിലുണ്ടായ പുരോഗതി പറഞ്ഞറിയിക്കാൻ മേലാത്തതാണ്. തീർച്ചയായും ആ പ്രദേശത്തിൻ്റെ ഒരു ഉന്നമനത്തിന് ഈ സ്കൂള് ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും 300ഓളം കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് പഠിക്കുന്നു. അവിടെ ഒരു സുരക്ഷിതമായ രീതിയിലുള്ള ആധുനിക വിദ്യാഭ്യാസം അവിടെ ഉണ്ടാവുകയും അതിലൂടെ കുട്ടികൾക്ക് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സംസാര ശുദ്ധി കലർന്ന ഇംഗ്ലീഷ് സംസാരിക്കുവാനും ഭാഷ സംസാരിച്ച് അവരുടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉന്നമനം നേടുവാനുമൊക്കെ അവർക്ക് ഒരു പ്രാപ്തി നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കലാ, കായിക, സാംസ്കാരിക രംഗങ്ങളിൽ ഈ സ്കൂളിൽ നിന്നും വളരെ മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസമാണ് അവർക്ക് കിട്ടുന്നത്. വിവിധ രീതിയിലുള്ള ഈ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ രംഗങ്ങളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഈ സ്കൂളിൽ നിന്നും ലഭിക്കുന്നു. ഇത് ഈ പറയുന്ന കാലഘട്ടത്തിന് മുമ്പ് അവിടെ നിന്ന് ഇരിട്ടിയിലെത്തുവാൻ 2 മണിക്കൂറോളം കുട്ടികൾ സ്കൂൾ ബസ്സിലിരുന്ന് കഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് സാധാരണക്കാരായ ആൾക്കാർക്ക് ഇങ്ങനെയൊരു വിദ്യാഭ്യാസം ഒരു സ്വപ്നം മാത്രമായിരുന്നു. ജാതിമത കക്ഷിക്കൊക്കെ അതീതമായ രീതിയിൽ ഏവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഈ സ്കൂളിന് കഴിയുമ്പോൾ ഈ ഗ്രാമത്തിന് മാത്രമല്ല അതിൻ്റെ പ്രദേശത്തുള്ള മറ്റ് ഗ്രാമങ്ങളിലുമുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ഉപകാരപ്രദമായ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ആവശ്യമായ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും ഗ്രാമത്തിൻ്റെ പേരട്ട എന്ന ഈ ഗ്രാമത്തിൽ ഈ സ്കൂളിന് ഉണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. തീർച്ചയായും ഈ വർഷം അതിൻ്റെ വാർഷികാഘോഷം നടക്കുന്ന ഈ വേളയിൽ വളരെ നല്ല രീതിയിൽ അത് നടത്തുകയും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏവരും പങ്കെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഈ പരിപാടി വിജയിപ്പിക്കുകയും ചെയ്യണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.